ആനപ്പിണ്ടം. അമ്പോ ഫ്രഷ് പിണ്ടാണല്ലോ ശിവനി. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണം. അടിച്ച് കൊടുക്കില്ലേ? ഗുഡ്. എങ്ങനെയുണ്ട്? അപ്പോൾ സോ ഗായ്സ്, ഇന്നത്തെ പരിപാടി നമ്മൾ വയനാട്ടിലുള്ള ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 2 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീംസാണ്. അപ്പോൾ അവരിവിടെ, ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ മുന്നേ പോസ്റ്റ് ഇട്ട സമയത്ത് അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോ ഇതേതാ സ്ഥലം, നമുക്കൊന്ന് പോകാൻ പറ്റുമോ, ഗ്രൂപ്പ് റൈഡും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വാ, ഞാനിവിടെ തന്നെ താമസം, അപ്പോൾ ഇവിടുന്ന് അടുത്താണ്, നമുക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. സോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവരെത്താൻ കുറച്ച് ലേറ്റായി. ഞാനൊരു 11 മണി 12 മണിയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു 4:15 വൈകുന്നേരം. ബട്ട് കുഴപ്പമില്ല, ഇവിടുന്ന് അടുത്താണ്, ഒരു 12 കിലോമീറ്റർ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ പോയിട്ട് വരാൻ പറ്റും. സോ നമ്മൾ പോകുന്ന ലൊക്കേഷൻ്റെ പേര് മുത്തുമാരി എന്നാണ്. മുത്തുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് കാട്ടിക്കുളത്തിൻ്റെ അടുത്തുള്ള തൃശ്ശിലേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കാട്ടുകുളത്ത് നിന്ന് വരുമ്പോൾ തൃശ്ശിലേരിൻ്റെ അമ്പലത്തിലേക്കുള്ള ബോർഡൊക്കെ കാണാം. ആ ബോർഡ് കണ്ടിട്ട് ഒരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു ടേൺ ഉണ്ട്. ആ ടേണും എടുത്തിട്ട് ഇതാ ഈ റോഡ് നേരെ വയനാട് നെയ്ത്ത് ഗ്രാമം എന്നൊക്കെ പറയുന്ന തൃശ്ശിലേരിയിലേക്കുള്ള പോക്കാം. അവിടെയാണ് നമ്മുടെ തൃശ്ശിലേരി വരുന്നത്. തൃശ്ശിലേരിയിൽ നിന്ന് വെറും 2-3 കിലോമീറ്റർ മാത്രമേ നമ്മളീ പറയുന്ന മുത്തുമാരിയിലേക്കുള്ളൂ. അത്ര വൻ സംഭവം ഒന്നുമല്ല, ഒരു വലിയൊരു കുന്നാണ്. ഒരു വലിയൊരു കുന്നിൻ്റെ മേലെ കുറച്ച് അബാൻഡൻഡ് ആയിട്ടുള്ള പണിത് പകുതിയാക്കി വെച്ചിട്ട് പോയിട്ടുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ, പിന്നെ അതിൻ്റെ ഏറ്റവും മേലെ നടന്ന് കയറാനും വണ്ടി കൊണ്ട് കയറാനുമുള്ള റോഡുണ്ട്. ആ റോഡിലൂടെ കയറി മേലെ എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല കോടയും, പ്രത്യേകിച്ച് മഴയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമൊക്കെ ആയിരിക്കും. മഴ എൻജോയ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നേരെ വെച്ച് പിടിച്ചു മുത്തുമാരിക്ക്. കാരണം അത്യാവശ്യം നല്ല കിടിലൻ സ്പോട്ടാണ്. ഈ ഒരു ടൈമിൽ, അതായത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജൂലൈ അവസാനമാണ്. അപ്പോൾ ഓഗസ്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം വയനാടിൻ്റെ ഒരു ക്ലൈമറ്റ് അങ്ങനെയാണ്. അതായത് ആദ്യം തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്യും, 1 മാസം 1.5 മാസം നിന്ന് പെയ്യും. അത് കഴിഞ്ഞിട്ടൊരു ജൂലൈ പകുതി അല്ലേ ജൂലൈ 3/4 ഭാഗമാകുമ്പോഴത്തേക്ക് തന്നെ മഴയൊക്കെ കുറഞ്ഞ് ഒരു നവംബർ വരെ ആ കുറഞ്ഞ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു മഴ അല്ലെങ്കിൽ റെയിനി അല്ലെങ്കിൽ മൂടി കാലാവസ്ഥയായിരിക്കും നവംബർ വരെ അല്ലെങ്കിൽ ഒക്ടോബർ വരെ. ആ ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് തണുപ്പായിരിക്കും. തണുപ്പ് വിത്ത് ചെറിയൊരു മഴ. അതാണ് വയനാടിൻ്റെ ഒരു കാലാവസ്ഥ. സോ മഴ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നേരെ ഈ കാട്ടിക്കുളം ഭാഗത്തേക്കോ അല്ലെങ്കിൽ വൈത്തിരി ഭാഗത്തേക്കൊക്കെ പോവുക. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ഇവിടെ തന്നെ വയനാട് തന്നെയാണല്ലോ ഉള്ളത്. വയനാട്ടിൽ എവിടെയെങ്കിലും ഓഫ് റോഡ് സ്പോട്ട് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ. കാരണം വയനാട്ടിലുള്ള എനിക്കറിയാവുന്ന അത്യാവശ്യം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ഫോറസ്റ്റിൻ്റെ ശല്യം ഇല്ലാത്ത ഒരു ഓഫ് റോഡ് സ്പോട്ടാണിത് മുത്തുമാരി എന്ന് പറയുന്നത്. വലിയ ആരുടെയും ശല്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത്യാവശ്യം ബിഗിനേഴ്സിനായാലും അത്യാവശ്യം ഓഫ് റോഡിങ് അറിയുന്ന ടീമിനായാലും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. അതുകൊണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. കാരണം അത്യാവശ്യം ഓഫ് റോഡിങ് അറിയുന്നവനും അറിയാത്തവനും ഒക്കെ ഒരേപോലെ വണ്ടി ഓടിച്ച് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുത്തുമാരി എന്ന് പറയുന്നത്. ആ കാണുന്ന മലയാണ് മുത്തുമാരി എന്ന് പറയുന്ന മല. ആ മലേൻ്റെ മേലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതേ കണ്ടില്ലേ, ആഹാ, നമ്മൾ എത്താനായിട്ടുണ്ട്. എന്താ ലാൻഡ്മാർക്കായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ വീട് വെച്ചോ. ഈ ഒരു വെള്ള വീട് കണ്ടിട്ട് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കിട്ടും. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ റൈറ്റ് കയറി മേലോട്ടേക്ക്. അതാണ് ഇങ്ങോട്ടുള്ള
വഴി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ വന്നിട്ട് ഇങ്ങനെ ഫുൾ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കണം, ഇനി ജീപ്പ് ആണെങ്കിൽ അതാ ഇങ്ങനെ കയറി വരുമ്പോൾ ഈ ഒരു കയറ്റം കയറിയിട്ട് അങ്ങോട്ടേക്ക് വഴി മേലോട്ടേക്ക്. സോ ഈ ഒരു വലിയ കയറ്റം കയറി വരുമ്പോൾ അതാ ഇങ്ങനെയുള്ള ഒരു കയറ്റം കാണാം. മണ്ണിട്ട കയറ്റമാണ്. നമുക്ക് അവന്മാരെ വെയിറ്റ് ചെയ്യാം. അവന്മാരെ ഒരുത്തൻ്റെ കയ്യിൽ GT-യും ഒരുത്തൻ്റെ കയ്യിൽ കയറിക്കോ പോട്ടെ ഒരുത്തൻ്റെ കയ്യിൽ ഇൻ്റർസെപ്റ്ററും ഒരുത്തൻ്റെ കയ്യിൽ കോണ്ടിനെൻ്റലുമാണ്. രണ്ട് വണ്ടിയും അവന്മാർ ഷോറൂമിൽ നിന്ന് ടെസ്റ്റിന് കൊണ്ടുവന്നാണ്. കുറച്ച് ദൂരം ഇതുപോലെ കോൺക്രീറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെയും മണ്ണാവും. ഇത് ആനപ്പിണ്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആനയൊന്നും ഉണ്ടാവില്ലേ? നല്ല കാറ്റാണ്, പോരാത്തന്നെ നല്ല കുത്തനെയുള്ള കയറ്റവും. നന്നായിട്ട് വഴുതും, കാരണം പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോ അതൊക്കെ ശ്രദ്ധിച്ച് മെല്ലെയൊക്കെ കയറി പോവാ. ഒരുപാട് ആനപ്പിണ്ടം കാണാനുണ്ട്. ആനപ്പിണ്ടം മാത്രമേ ഉള്ളൂ. മുടിഞ്ഞ തണുപ്പും അമ്മേ. ശിവനി, ഈ വീഡിയോ കാണുന്നമാര് ചിലപ്പോ പറയും ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണം, അടിച്ച് കൊടുക്കില്ലേ. എവിടെ നല്ല വഴുക്കലുണ്ട്. ഹിമാലയ മിസ് മോനെ, ഇവിടെ നല്ല രസാ. അയ്യോ, നമ്മള് പകുതി എത്തിയുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൗസ് ദ സ്പോട്ട് ബ്രോ? ഗുഡ്. ആൻഡ് യു ആർ ഓൺ GT. ഹൗ യു ലൈക്കിംഗ് ഇറ്റ്? ഗുഡ്. ഗപ്പ്. ഈ റോഡ് ഈ ട്രെയിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗപ്പ് ഇവനാണ്. ആര് ജയിച്ചു കഴിഞ്ഞാലും പോവാ. ഓക്കെ, നല്ല സ്പീഡിൽ പോകണമെന്നൊക്കെ ഉണ്ട്. ഓഫ് റോഡിൽ പറന്നടിച്ച് പോകണമെന്നുണ്ട്, കാരണം അതിന് പറ്റിയ വണ്ടിയാണ് ഈ 450. പക്ഷേ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെന്നി കിടക്കുക. സോ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, അതാണ് മെയിൻ ഇഷ്യൂ. കേട്ടോ, നല്ല അമ്പോ ഫ്രഷ് പിണ്ടമാണല്ലോ, നല്ല ഫ്രഷ് പിണ്ടം. അതെ അതെ, ഒരു 80 മീറ്റർ. അന്നറിയ ഇപ്പൊ ആന വന്നിട്ട് ചവിട്ടി പോയത്. അതൊക്കെ ഇതിപ്പോ കേറാൻ ഞാൻ സാറോ വേറൊരു വഴിയുണ്ട്, വേറൊരു വഴിയും കൂടി ഉണ്ട്. ഇത് കുറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ സെറ്റാ. 4 വീലർ കയറും, ഇത് കയറില്ല. നല്ല വെറുതെ വഴുതി കളിക്ക. അതായത് അധികം മഴയില്ലാത്ത സമയത്ത് അല്ല, തിരിച്ചു വരുമ്പോ എന്തായാലും വീഴും, ഫ്രണ്ട് കിട്ടില്ല. അതെ, അല്ല ഇവിടെ എവിടെയോ ആനയുണ്ട് കേട്ടോ. ഇപ്പൊ വന്നിട്ട് പോയല്ലോ, കണ്ട ചവിട്ടി കുഴച്ചിട്ട് പോകണ്ടോ. ആ അതന്നെ, വേറെയും ഉണ്ട്, സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം. എന്നിട്ട് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ അതിന് മേലെ എത്തും. അങ്ങോട്ട് പോവാം, കാരണം അത് അത്യാവശ്യം സെറ്റല്ലേ. അത് എല്ലാവർക്കും വരാം, ബിഗിനേഴ്സിനാണെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് വന്നിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതൊരു 2-3 പേരുടെ സപ്പോർട്ടിന് നമുക്ക് കയറ്റാം, അത്രേ ഉള്ളൂ. അതെ അതെ,
നമ്മൾ ഒരു 80 മീറ്റർ നല്ല മുടിഞ്ഞ ചളിയാണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടെ മേലോട്ട് കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ആന ചവിട്ടി കുളമാക്കിയിട്ട് ഒരുമാതിരി ആക്കി വെച്ചിട്ടുള്ള സ്ലഷ്. ആ കാണുന്നതൊക്കെയാണ് അബാൻഡൻഡ് ആയിട്ടുള്ള ബിൽഡിങ് കാര്യങ്ങൾ. ആ കാണുന്നതും മഴ, മലകൾ, കാട്, മഴ, വൻ മഴയാണ്, മുടിഞ്ഞ മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകോട്ടേക്ക് ഇങ്ങനെ പോയിപ്പോൾ നമ്മൾ എത്ര വെയിറ്റുള്ള ആളാണെങ്കിലും ഒരുത്തൻ്റെ ബൈക്ക് നേരത്തെ മറിഞ്ഞു വീണു. അത് വീഡിയോയിൽ കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ നല്ല മുടിഞ്ഞ മഴയും നല്ല കാറ്റുമാണ്. സോ ഇത് വെതർ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള സമയത്ത് വരികയാണെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് നമുക്ക് തിരിച്ചു പോകും. പക്ഷേ ഇതിപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ എത്തി നോക്കുമ്പോൾ മുടിഞ്ഞ മഴ എന്നൊക്കെ പറഞ്ഞാൽ മഴയോട് മഴ. അതുകൊണ്ടില്ലേ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ടില്ലേ ഈ മഴ കിടന്ന് പെയ്യുക ഇവിടെ എത്തിയതിന് ശേഷം. സോ നമ്മൾ ഇന്നിപ്പം നൈസായിട്ട് തിരിച്ചു പോയിട്ട് ഒന്നുകിൽ നാളെ രാവിലെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു സ്പോട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഇതാണ് മുത്തുമാരി ഓഫ് തൃശ്ശിലേരി കാട്ടിക്കുളം നിയർ മാനന്തവാടി. ഇതാണ് ലൊക്കേഷൻ്റെ കറക്റ്റ് പേര്. സോ ലൊക്കേഷനിലേക്ക് വരുന്നവരൊക്കെ വരിക, നല്ല സമാധാനമായിട്ട് ഓഫ് റോഡ് ചെയ്യുക, തിരിച്ചു പോവുക, അലമ്പാക്കരുത്. കാരണം ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കയറാനുള്ള സ്ഥലങ്ങളാണ്. വയനാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ക്ലോസ് ആയി വരികയാണ്. സോ അങ്ങനെ ക്ലോസ് ആക്കാതിരിക്കുക നമ്മൾ കാരണം. അത് വേറെ ആര് കാരണം ക്ലോസ് ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ കാരണം അത് പരമാവധി ക്ലോസ് ആക്കാണ്ടിരിക്കുക, അല്ലേ? അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അല്ല, നമ്മളിപ്പോൾ ഓഫ് റോഡ് എല്ലാവരും വരട്ടെ വീഡിയോ ഒക്കെ കണ്ടിട്ട്, പക്ഷേ ആരും ഈ സ്ഥലം ക്ലോസ് ചെയ്യിപ്പിക്കരുത്, അലമ്പാക്കരുത്, അത്രേ ഉള്ളൂ. അതെ, അല്ല ഞാൻ ചോദിച്ചവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അവർ വോട്ടിങ്ങിൽ ഫുൾ എല്ലാവരും ഇട്ട് വെച്ചിട്ടുണ്ട്. അതെ, എല്ലാം എന്നിട്ട് വന്നിട്ട് നശിപ്പിക്കും. അതെ അതെ, ഒരു വേസ്റ്റ് പോലും ഇല്ല. ആകെയുള്ള കുറച്ച് ആനപ്പിണ്ട ഓർഗാനിക്കായിട്ട് കീപ്പ് ചെയ്യാ. പോയാലെന്നാല് ശരി. നിങ്ങൾക്കൊരു ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരു 2 പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ ഓഫ് റോഡൊക്കെ ചെയ്യുക. കാരണം ഓഫ് റോഡിങ് എന്ന് പറയുന്നത് ഒന്നാമതൊരു നല്ലൊരു വ്യായാമം അറിയായിരിക്കും. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളാണ് ബൈക്ക് ഓടിക്കണമെങ്കിലും ബൈക്കിന് മേലെയാണ് നമ്മൾ ഇരിക്കണമെങ്കിലും നമ്മുടെ ശ്വാസമായിരിക്കും ഏറ്റവും കൂടുതൽ ഡ്രെയിനായി പോവുക. മാത്രമല്ല ബൈക്കൊക്കെ ഒന്ന് വീണ് നല്ല ഫണ്ണായിട്ട് കൂട്ടുകാരോടൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ പോയിട്ട് വരാൻ നല്ല അടിപൊളിയായിരിക്കും. കാരണം അത് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പിരിറ്റ് അന്നേരം മനസ്സിലാവും. അത് വീഡിയോസ് കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് ഓഫ് റോഡിൻ്റെ സ്പിരിറ്റ് മനസ്സിലാകത്തില്ല. അമ്മേ, അയ്യോ, വരുന്നവർ ശ്രദ്ധിക്കുക, താഴെ നല്ല ഇറക്കമാണ്. ആ ഇറക്കത്തിലോട്ടൊന്നും വീഴാണ്ടിരിക്കുക. കയറിപ്പോകാൻ നല്ല സുഖം ഉണ്ടായിരുന്നു, പക്ഷെ തിരിച്ചിറങ്ങാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഒന്നാമത് വഴിക്ക് കിടക്കുക മോനെ. ഇപ്പൊ ബാക്കിൽ നിന്നൊരു പാളി എടാ അടുത്തോണ്ട് പോടാ. കയറിപ്പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇറങ്ങി വരാൻ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ കാട്ടിപ്പോവും. ചെങ്കുത്തായ വളവുകളിലൂടെയും കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെയും കയറി പോകാൻ നല്ല സുഖമായിരിക്കും. പക്ഷേ ഇറങ്ങി വരാൻ ആ സുഖം കാണത്തില്ല. നോട്ട് ദ പോയിന്റ്. അയ്യോ, ഏത് നേരത്താണോ വഴുതി വീഴാന്ന് കാത്തിരിക്കുക. ഓഫ് റോഡ് കഴിഞ്ഞു. ഇനിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. വഴുതുന്നുണ്ട് കോപ്പ്. ABS ഓഫാണോ എന്തോ. ആനപ്പിണ്ട. എന്താ എൻ്റെ ഒരു സുഖം. തീരാനായി എന്നറിയുമ്പോഴുള്ളൊരു സുഖമില്ലേ. മഴയൊന്നുമില്ലെങ്കിൽ നല്ല ചില്ലായിരിക്കും കേട്ടോ. പക്ഷേ മഴയത്ത് തിരിച്ചിറങ്ങി വരിക, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് ഇറക്കിറങ്ങി വരിക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. നല്ല കഷ്ടപ്പാടാണ്. രണ്ടും കൂടി ഇപ്പോൾ വീണ് തന്നെ താട്ടി. അയ്യാ,
ലെറ്റ്സ് ഗോ ഗൈസ്. മുത്തുമാരി നിന്നോട് വീടാ. ചത്തി ചത്തി ചത്ത്. ഒരു കുറ്റം പറയാനില്ലാത്ത നല്ല കിടിലൻ സ്പോട്ടാണ്. ഇപ്പം നമ്മളായിട്ട് കുറ്റം പറയിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. വേറെ വിഷയങ്ങളൊന്നുമില്ല. That's all about today's video and hope you guys enjoyed it a lot. So അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമോ ഭാഗം.